ഇന്ന് നമ്മൾ 4 മണി ചായയുടെ കൂടെ അല്ലെങ്കിൽ ചപ്പാത്തിയുടെ കൂടെയൊക്കെ സൈഡായിട്ട് കഴിക്കാൻ പറ്റുന്ന കടല കൊണ്ടുള്ളൊരു സിമ്പിൾ റെസിപ്പിയാണ് ചെയ്യുന്നത്. കടലക്കറിയൊക്കെ കുറേയൊക്കെ ഉണ്ടായി മടുക്കുന്ന സമയത്തൊക്കെ ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കടല ബലീലയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് 1 കപ്പ് കടലയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. നമ്മൾ സാധാരണ കറിക്കൊക്കെ എടുക്കുന്ന ആ ഒരു കടല തന്നെയാണ്. ഇനി ഇതിന് പകരം കറിക്ക് എടുക്കുന്ന വെള്ളക്കടല ഉണ്ടല്ലോ, അത് വെച്ചിട്ടും ചെയ്യാം കേട്ടോ. കൂടുതലും നമ്മൾ വെള്ളക്കടലയിലാണ് ചെയ്യാറുള്ളത്, പക്ഷേ ഇത് വെച്ചിട്ടും ചെയ്യാം. അപ്പോൾ ആദ്യം ഇത് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒന്ന് നന്നായിട്ട് കഴുകിയതിന് ശേഷം വെള്ളത്തിൽ കുതിർത്ത് വെക്കുക. സാധാരണ കറിക്കൊക്കെ വേണ്ടി കുതിർത്ത് വെക്കലുണ്ടല്ലോ, അതുപോലെ അങ്ങനെ വെള്ളത്തിൽ കുതിർത്ത് കഴുകി വാരി എടുത്തിട്ടുള്ള കടലയാണിത്. ആദ്യം ഇതൊന്ന് നമുക്ക് പ്രഷർ കുക്കറിൽ ഇട്ടിട്ട് വേവിച്ചെടുക്കാം. ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പും ഞാൻ ഈ സമയത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി പെട്ടെന്ന് ഉപ്പിട്ടാൽ വെന്ത് കിട്ടാത്ത പ്രശ്നം ഉണ്ടെങ്കിൽ ഉപ്പ് ലാസ്റ്റ് ഇട്ടാലും മതി കേട്ടോ. ഞാൻ എന്തായാലും ഉപ്പ് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പാകത്തിനുള്ള കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഇത് വേവിക്കാനായിട്ട് വെക്കാം. കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു 5-6 വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യണം. മൊത്തത്തിൽ വിസിൽ വന്നു കഴിഞ്ഞ് പ്രഷറൊക്കെ പോയതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. സാധാരണ നമ്മൾ കടലക്കറിക്കൊക്കെ വേവിക്കുന്നുണ്ടല്ലോ, ആ ഒരു രീതിയിൽ തന്നെ വേവിച്ചെടുത്താൽ മതിയാകും. നോക്കുന്ന സമയത്ത് വേവ് കറക്റ്റ് ആയിട്ടില്ലെങ്കിൽ 1-2 വിസിൽ കൊടുത്തിട്ട് ഒന്നുകൂടെ വേവിച്ചെടുത്താൽ മതിയാകും. ഇത് വെള്ളം മാറ്റിയിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അടുത്തതിന് ഇതിലേക്കൊരു മസാല റെഡിയാക്കണം. നമ്മൾ ആദ്യം കടല വേവിക്കുന്ന സമയത്ത് തന്നെ അടുത്ത അടുപ്പിൽ മസാല ആക്കുകയാണെങ്കിൽ പെട്ടെന്ന് പരിപാടി കഴിയും കേട്ടോ. അപ്പോൾ ഇനി ഒരു ചട്ടി ചൂടാക്കിയിട്ട് അതിലേക്കൊരു 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഓയിലായാലും കുഴപ്പമൊന്നുമില്ല. എണ്ണ ചൂടാകുമ്പോൾ ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടി വരുന്ന സമയത്ത് കുറച്ച് കറിവേപ്പില. അടുത്തതിന് ഇതിലേക്കൊരു അത്യാവശ്യം വലിയ സവാള ഇതുപോലെ കൊത്തി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. എരിവിന് ആവശ്യമായിട്ട് ഒരു 2-3 പച്ചമുളക്, ഞാനിപ്പോൾ 2 എടുത്തിട്ടുള്ളൂ. കുറച്ച് മുളക് പൊടി ഇടുന്നുണ്ട്, അപ്പോൾ എരിവ് കൂടുതൽ വേണമെങ്കിൽ ഒരു 3 എടുക്കാം. എന്നിട്ട് ഇതൊന്നങ്ങ് വഴറ്റിയെടുക്കുക. ഉള്ളി ഒരുപാട് വഴറ്റിയേ വേണ്ട, അതായത് ഒന്ന് കടിക്കണം, ചെറുതായിട്ടൊന്നങ്ങ് വഴന്ന് കിട്ടിയാൽ മാത്രം മതി. തീ കൂട്ടി വെച്ചിട്ട് ഒന്നങ്ങ് വഴറ്റിയെടുക്കുക. ഈ സമയത്ത് ഇതിലേക്ക് പാകത്തിനുള്ള കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉള്ളി ചെറുതായിട്ടൊന്ന് വാടി വരുമ്പം ഒരു 2 നുള്ള് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഈ ഒരു ഇതിൽ നമ്മൾ ഒരുപാട് മസാലപ്പൊടികളൊന്നും ചേർക്കുന്നില്ല, വളരെ കുറച്ച് എടുക്കുന്നുള്ളൂ. അതിൻ്റെ കൂടെ തന്നെ ഒരു 1 അല്ലെങ്കിൽ 2 ടീസ്പൂൺ മുളക് പൊടി, ഒരുപാട് മുളക് പൊടി വേണ്ട, എരിവ് നോക്കിയിട്ട്. ഇനി നല്ല കളറിൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കാശ്മീരി മുളക് പൊടി ആയാലും മതി. ഞാനിപ്പോൾ ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുള്ളൂ. അതിൻ്റെ കൂടെ ഒരു ടീസ്പൂൺ ബീഫ് മസാല ചേർക്കുന്നുണ്ട്, റെഡിമെയ്ഡ് വാങ്ങിയിട്ടുള്ളത്. ഇതില്ലാന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ ചിക്കൻ മസാല ആവാം. അതൊന്നും അല്ലെങ്കിൽ കുറച്ച് ഗരം മസാലപ്പൊടി ആയാലും മതി, ഒരുപാട് വേണ്ട. എന്നിട്ട് ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്ന വരെ ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. എന്നിട്ട് ഇനി ഇതിലേക്ക് കുറച്ച് ക്യാപ്സിക്കം ഇടുന്നുണ്ട്, ഒരു 3-4 ടേബിൾ സ്പൂൺ. എത്രത്തോളം നമുക്ക് കടലയുടെ കൂടെ കടിക്കാൻ ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ അത്രയ്ക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്നങ്ങ് വഴറ്റുക. ക്യാപ്സിക്കം പിന്നെ എന്തായാലും ഒരുപാട് സമയം വഴറ്റിയാൽ വേണ്ട, ഒന്നങ്ങ് ജസ്റ്റ് ഒന്ന് വഴറ്റിയാൽ മാത്രം മതി. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക, നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മൾ ആദ്യം വേവിച്ച് വെച്ചിട്ടുള്ള ആ ഒരു കടല ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് തീ കൂട്ടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്താൽ മാത്രം മതിയാകും. എല്ലാ ഭാഗത്തേക്ക് എത്തുന്ന രീതിയിൽ ഒരു 1 മിനിറ്റ് മിക്സാക്കി എടുക്കുക. വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ ഒരു രീതിയിൽ ഇങ്ങനെ കോരി കഴിക്കുന്ന പോലെ തന്നെയാണ് വേണ്ടത്. ചെറിയൊരു വെള്ളമായി ഉണ്ടായിക്കോളൂ. ഇതിങ്ങനെ കാണുന്ന സമയത്ത് മസാലയൊക്കെ വളരെ കുറവാണോ നമുക്ക് തോന്നും, പക്ഷേ ഇങ്ങനെ ചായയുടെ ഒക്കെ കൂടെ കോരി കഴിക്കാൻ ശരിക്കും ഇത് മതി കേട്ടോ. ഇനി ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാനാണെങ്കിൽ വേണമെങ്കിൽ ഇത്തിരി മുളക് പൊടിയൊക്കെ കൂട്ടിയിട്ട് കൊടുത്താൽ മാത്രം മതിയാകും. ലാസ്റ്റ് ഇതിലേക്ക് കുറച്ച് മല്ലിയില ചെറുതായി മുറിച്ചത് അതിൻ്റെ മുകളിലൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇത് കഴിക്കുന്ന സമയത്ത് ചെറിയൊരു പുളി വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ പുറത്തുനിന്നൊക്കെ തട്ടുകടയിൽ നിന്നൊക്കെ കഴിക്കുന്ന സമയത്ത് കണ്ടിട്ടില്ല, കുറച്ചൊരു ചെറുനാരങ്ങ നീരിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ ഒരു 1 അല്ലെങ്കിൽ 1.5 ടീസ്പൂണൊക്കെ നാരങ്ങ നീരൂടെ ഒഴിച്ച് മിക്സ് ആക്കിയിട്ട്, അത് വേണ്ടവർക്ക് മാത്രം ഒഴിച്ചാൽ മതി. കഴിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ട് കഴിക്കാൻ കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതൽ കിട്ടും. അതുപോലെ തന്നെ കഴിക്കാൻ വേണ്ടി എടുക്കുന്ന സമയത്ത് പച്ച ഉള്ളി കടിക്കുന്നത് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ വളരെ ചെറുതായിട്ട് ഇതുപോലെ കൊത്തിരിഞ്ഞെടുത്ത് ഉള്ളി മുകളിലൂടെ ഇട്ട് കൊടുത്തിട്ട് ചൂടോട് കൂടി തന്നെ കഴിക്കുക. ഉള്ളി കടിക്കുന്നവർക്ക് ഇഷ്ടമാണെങ്കിൽ ഇങ്ങനെയും കൂടെ ചെയ്യാം കേട്ടോ. ഇത് ശരിക്കും ഞാൻ കഴിച്ചിട്ടുള്ളത് എൻ്റെ വീട്ടിൽ ഉപ്പച്ചി ഉണ്ടാക്കിയിട്ടുള്ള സമയത്താണ് കേട്ടോ. ബലീല എന്നാണ് പറയലുള്ളത്. ശരിക്കും നല്ല ടേസ്റ്റാണ് കട്ടൻ ചായയുടെ ഒക്കെ കൂടെ ഇങ്ങനെ കോരി കഴിക്കാനായിട്ട്. അപ്പോൾ കടല നിങ്ങൾക്ക് കുട്ടികൾക്കൊക്കെ ഈ ഒരു രീതിയിൽ ചെയ്ത് കൊടുത്ത് എന്തായാലും ഇഷ്ടപ്പെടും, വെറുതെ ഇങ്ങനെ കോരി കഴിക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ ചെയ്ത് വെക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്യുന്ന സമയത്ത് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അതുപോലെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി എന്തായാലും നല്ല റെസിപ്പി ആയിട്ട് പുതിയ വീഡിയോയിൽ കാണാം. താങ്ക്